Hello students, today we are going to see how can we solve system of equations using simplex method. Okay, explain ചെയ്യാൻ വേണ്ടി ഒരു simple problem select ചെയ്യാം. Then I'm going to illustrate it by the problem. Solve the system of equations. Solve equations are x1 plus x2 equal to 1, 2x1 x1 plus x2 equal to 1 and 2x1 plus x2 equal to 3. 2x1 plus x2 equal to 3. ഇത് സോൾവ് ചെയ്യാൻ സിംപ്ലക്സ് മെത്തേഡ് ഒന്നും വേണ്ട. നമുക്ക് എഴുതി കോയിഫിഷ്യൻ്റ് അറേഞ്ച് ചെയ്ത് ഇവിടെ നേരെ തന്നെ x2 സെയിം കോയിഫിഷ്യൻ്റിലാണ് കാണുന്നത്. അപ്പോൾ സബ്ട്രാക്ഷനിൽ തന്നെ x1ൻ്റെ വാല്യൂ ഒക്കെ കിട്ടും. ഇതെങ്ങനെയാണ് സിംപ്ലക്സ് മെത്തേഡ് എന്ന് എനിക്ക് എളുപ്പത്തിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഒന്നും ഇതിന് ഉപയോഗമില്ല. വേരിയബിൾസ് കൂടുമ്പോഴാണ് ഇത്തരം 3 വേരിയബിൾ ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത്തരം കേസസിലാണ് ഉപയോഗം. ലെറ്റ് മീ ഇല്ലസ്ട്രേറ്റ് ദ മെത്തേഡ് യൂസിങ് എ സിമ്പിൾ പ്രോബ്ലം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയൊരു പ്രോബ്ലം എടുത്തിരിക്കുന്നത്. സോൾവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഓർഡിനറി സിംപ്ലക്സിലോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇല്ലാതെ ഒരു കേസും ഇല്ല. പക്ഷേ 2 phase സിംപ്ലക്സ് മെത്തേഡിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫേസ് 1ൽ നമ്മൾ ഉണ്ടാക്കുക. ഇവിടെയും നമുക്കത് ഉണ്ടാക്കാം. ദീസ് ആർ ഇക്വാളിറ്റീസ്. ഇക്വാളിറ്റീസിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് മെത്തേഡ്. ഇൻട്രൊഡ്യൂസിങ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ടു ദ ഇക്വാളിറ്റീസ് we can form the auxiliary problem, and using phase 1 of simplex method, 2 phase simplex method, we can solve system of equations. ഇവിടെ ഒരു കാര്യം, പലപ്പോഴും നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. കാരണം സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ അങ്ങനെ ഒരു കാര്യം ഉള്ളതല്ല. നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻ ഇവിടെ ഇല്ല എന്ന് വരുമ്പോൾ നമ്മൾ വേരിയബിൾസിനെ റീപ്ലേസ് ചെയ്യണം. ഫസ്റ്റ് വി റീപ്ലേസ്. ഇന്നലെ തന്നിരുന്ന ഒരു പ്രോബ്ലത്തിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അതുമായിട്ട് പരിചയമുണ്ട് എന്ന് മനസ്സിലായി. റീപ്ലേസ് x1 പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആകാം. അതിനെ ഇങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്താൽ x11 മൈനസ് x1 ആയിട്ട് കണക്റ്റഡ് താഴത്തെ സഫിക്സ് 1 x11 മൈനസ് x12. ചിലർ x1 ഡാഷ് മൈനസ് x1 ഡബിൾ ഡാഷ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. x1 ബൈ x11 മൈനസ് x12 ആൻഡ് x2 ബൈ x2 ഈക്വൽ ടു x2നെയാണ് x2 ആദ്യത്തെ സഫിക്സ് x21 മൈനസ് x22 വേർ ദീസ് വേരിയബിൾസ് റീപ്ലേസ് ചെയ്യാൻ ഉപയോഗിച്ച x1ഉം x2ഉം നോൺ നെഗറ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ റീപ്ലേസ്മെന്റിന് ഉപയോഗിച്ച x11 x12 x21 x22 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സ്റ്റാൻഡേർഡ് ഫോമിൽ ഏതിന് കുറവ് വന്നാലും നമുക്ക് പരിഹരിക്കാൻ അറിയാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ ആണെങ്കിൽ മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മിനിമൈസേഷൻ ആക്കും. കൺസ്ട്രെയിൻസിനെ എല്ലാം ഇക്വാളിറ്റീസ് ആക്കാൻ നമുക്കറിയാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ സ്ലാക്ക് ആഡ് ചെയ്യും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ സർപ്ലസ് ആഡ് ചെയ്യും. അങ്ങനെയൊക്കെ കൺസ്ട്രെയിൻസിനെ എല്ലാം ഇക്വാളിറ്റീസ് ആകും. സ്റ്റാൻഡേർഡ് ഫോം മീൻസ് മിനിമൈസേഷൻ പ്രോബ്ലം വിത്ത് ഇക്വാളിറ്റി കൺസ്ട്രെയിൻസ് ആൻഡ് നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഏതെങ്കിലും വേരിയബിളിന് നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ ഇതുപോലൊരു റീപ്ലേസ്മെന്റ് നമ്മൾ ചെയ്യും. ഇവിടെ 2 വേരിയബിളിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് ദ വേരിയബിൾസ് x1 ആൻഡ് x2 ആർ അൺറെസ്ട്രിക്റ്റഡ്. x1 x2 ആർ അൺറെസ്ട്രിക്റ്റഡ്. ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അൺറെസ്ട്രിക്റ്റഡ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾസിന് നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻ ഉള്ള വേരിയബിൾസ് കൊണ്ട് നമുക്ക് ഇങ്ങനെ റീപ്ലേസ്മെന്റ് നടത്താം. ദെൻ വി റൈറ്റ് ദ ഓക്സിലറി പ്രോബ്ലം. അങ്ങനെയാ ഓക്സിലറി പ്രോബ്ലം എഴുതുക. ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇക്വാളിറ്റി കൺസ്ട്രെയിൻസ് ആണ്. ഇക്വാളിറ്റി കൺസ്ട്രെയിൻസിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ സ്ലാക്കിന്റെ സർപ്ലസിന്റെ ഒന്നും ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് കൂടെ ചേർത്ത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ഓർഡിനറി അല്ല സിംപ്ലക്സ് മെത്തേഡിലാണെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ ഒബ്ജക്റ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ആവശ്യമൊന്നുമില്ല. ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ സമ്മാണ് ഓക്സിലറി പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. റീപ്ലേസ് ചെയ്യാം. മിനിമൈസ് gx ഈക്വൽ ടു സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ് എന്ന x1 പ്ലസ് x2 x11 മൈനസ് x12 x1 പകരം പ്ലസ് x2 മീൻസ് x21 മൈനസ് x22 ഈക്വൽ ടു 1 എന്നാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യലൂടെ ചേർക്കുന്നു. 1 2 എന്നുള്ള സഫിക്സ് വന്നു. ഞാൻ 3 എന്ന് കൊടുക്കാം. പ്ലസ് x3 ഈക്വൽ ടു 1. ദെൻ അടുത്ത ഇക്വേഷൻ 2x1. അപ്പോൾ 2 ഇൻറ്റു x11 മൈനസ് x12 2x11 ഓപ്പോസിറ്റ് സൈൻ എടുത്ത് മൈനസ് 2x12. അടുത്തത് x2 എന്നാണ്. പ്ലസ് x21 മൈനസ് x22. ദെൻ അനദർ ആർട്ടിഫിഷ്യൽ വേരിയബിൾ plus x4
ഈക്വൽ ടു ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് 3 എന്നായിരുന്നു. നമുക്ക് 3 എന്ന് എഴുതാം. അപ്പോൾ ഏതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്? ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ സം നമ്മുടെ ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ x3 പ്ലസ് x4 മിനിമൈസേഷൻ ആണ് ഓക്സിലറി പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ്. ആൻഡ് ദ വേരിയബിൾസ്, ഹിയർ ഓൾ ദ വേരിയബിൾസ് x11, x12, x21, x22, then the artificial variable x3, variables x3 and x4 greater than or equal to 0. Minimization subject to equality constraints with a non-negativity restriction. This is in standard form. Then we use phase 2 ലേക്ക് പോകാൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇല്ലാന്നറിയാം. we use phase 1 പറയേണ്ട കാര്യമില്ല, phase 1 മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ടേബിൾ എഴുതാം. ബേസിസ് ബി, അത് പലതരത്തിൽ ചെയ്യാം. ഫസ്റ്റ് വേരിയബിളിൻ്റെ കോളം P1 എഴുതാം. ഇത് ഫസ്റ്റ് വേരിയബിൾ x1 പഴയ x1 ബന്ധമുള്ള P11 എന്ന് എഴുതാം. അടുത്തതിനെ P12 എന്ന് എഴുതാം. അടുത്ത രണ്ടെണ്ണം x2 ആയിട്ട് ബന്ധമുള്ളതാണ് P21, P22 എന്ന് എഴുതിയാൽ അതായിരിക്കും വേരിയബിൾസുമായിട്ട് കണക്ട് ചെയ്യാൻ നല്ലത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. then x3ക്ക് P3 അങ്ങനെ ആകുമ്പോൾ കിട്ടും. അല്ലെ P1, P2, P3, P4, x3ക്ക് പകരം P5 എന്നായി പോകും. അതിനൊരു ഭംഗിയില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം, P3, P4. then the ratios B/Pi. രണ്ട് ഇക്വേഷൻസേ ഉള്ളൂ. അതുകൊണ്ട് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാനുള്ള എളുപ്പത്തിനും കൂടെയാണ്. നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് പിന്നെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതും കൂടെയാണ്, അതുകൊണ്ട് വലിയ വിഷമം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം എടുക്കുന്നത്, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി കൂടി. അതിൽ ക്ഷമിക്കുക. ദെൻ ബേസിസിലാരൊക്കെ? ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് x3, x4 ഇൻ ദ ബേസിസ്. ദെൻ കോസ്റ്റ് നമുക്ക് എഴുതിയേക്കാം. x11 0, x12 0, x21 0, x22 0, x3, x4 ആർട്ടിഫിഷ്യൽ വേരിയബിൾ, gxൽ 1 വാല്യൂ കോസ്റ്റ് കാണുന്നുണ്ട്. x3, x4 കോസ്റ്റ് ഇവിടെയും ഫിൽ ചെയ്യാം. റൈറ്റ് സൈഡ്സ് 1ഉം 3ഉം. ഫസ്റ്റ് ഇക്വേഷൻ 1 മൈനസ് 1, അഗെയിൻ 1 മൈനസ് 1, then 1 0. Second equation 2 minus 2, then 1 minus 1, then 0, then 1. അതാണ് ഫസ്റ്റ് simplex table. Then we can calculate the net evaluations. G equal to 1 plus 3, 1 into 1, 1 into 3, 1 plus 3 equal to 4. ഇനി കാൽക്കുലേറ്റിംഗ് മെത്തേഡ് ഒന്നും ഞാൻ പറഞ്ഞ എന്താ കാര്യമില്ല, പെട്ടെന്ന് ചെയ്താൽ മതി. 0 minus 1 minus 2 എന്നാവും. ഇത് minus 3, ഇത് അത് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ, ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത്. പ്ലസ് 1 പ്ലസ് 2, അത് 3. അടുത്തത് 0 മൈനസ് 1 മൈനസ് 1, ഇത് മൈനസ് 2. അപ്പോൾ അടുത്ത ഓട്ടോമാറ്റിക്കായിട്ട് പ്ലസ് 2. ഇത് രണ്ടും ബേസിസിലുള്ളതാണ് 0. ദെൻ നെഗറ്റീവ്സ് ലീസ്റ്റ് -3, അത് സെലക്ട് ചെയ്യും. -3 സെലക്ട് ചെയ്യുമ്പോൾ B/P11 ആണ് നമ്മൾ എവാലുവേറ്റ് ചെയ്യുന്നത്. B/P11 എന്ന് എഴുതിയേക്കാം. B/P11 1/1, 3/2, 3/2. ഏതാണ് ചെറുത്? പോസിറ്റീവ് റേഷ്യോസ് ഉള്ളൂ, നെഗറ്റീവ് ഇല്ല. 1 ആണ് ചെറുത്. നമ്മൾ ഫസ്റ്റ് പൊസിഷൻ സെലക്ട് ചെയ്യും. നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. നമ്മുടെ വേണ്ട പൊസിഷനിൽ വേണ്ട പോലെ തന്നെ 1 ആണ് കാണുന്നത്. x3 goes out of the basis and x11 enters the basis. x11, x4 remains the basis. x11 replaces x3. x3യുടെ പൊസിഷൻ x1 ആണ് എടുക്കും. x11ൽ ഇപ്പോൾ കോസ്റ്റ് നിങ്ങൾക്കറിയാം, പക്കത്തിലുണ്ട് 0, x4ന് 1. ദെൻ ബി വാല്യൂസ് ഫസ്റ്റ് റോ സെയിം ആയിരിക്കില്ലേ, നമ്മുടെ പൊസിഷനിൽ 1 തന്നെയാണ്, കീ പൊസിഷനിൽ 1 തന്നെയാണ്. 1 1. ഇപ്പോൾ ഫസ്റ്റ് റോ സെയിം. -1 ട്രാൻസ്ഫോർമേഷൻ ഒന്നും എഴുതാനില്ല. -1 1 0. ഇതാണ് ഫസ്റ്റ് റോ. സെക്കൻഡ് റോയിൽ എളുപ്പമാണ്, ഇവിടെ 2 കാണുന്നത്. ഫസ്റ്റ് റോയെ മുകളിലത്തെ ടേബിളിൽ തന്നെ നോക്കിയാൽ മതി. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എടുത്തതിൻ്റെ കാര്യമൊന്നുമില്ല. സെക്കൻഡ് റോയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. 3 - 2 1, 2 - 2 0, -2 സബ്ട്രാക്ട് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -2 + 2 0, 1 - 2 -1, -1 + 2 ദാറ്റ് ഇസ് +1. ഇത് റീപ്ലേസ്മെന്റിന്റെ പ്രത്യേകത കൊണ്ട് ഇവിടെ ഓപ്പോസിറ്റ് ആയിരിക്കും, സൈൻ ഓപ്പോസിറ്റ് ആയിരിക്കും. -1 കണ്ടപ്പോൾ വന്നപ്പോൾ അടുത്ത് കണ്ടില്ലേ 1, മറ്റേത് 0 ആയിരുന്നുകൊണ്ട് സൈൻ ഡിഫറൻസ് ഇല്ല എന്നുള്ളത്. ദെൻ ലാസ്റ്റ് ബട്ട് 1 എലമെന്റ് 0 - 2 അല്ലേ. സോഴ്സ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 1 - 0 ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ്റെ വ്യത്യാസമൊന്നും വരുന്നില്ല, 1 എന്ന് കിട്ടും. ദെൻ യു
calculate the net evaluations at this stage. G equal to 0 into 1, 1 into 1, the value is 1. Then net evaluations x1, 1 in the basis. അടുത്തതിന് corresponding ആയിട്ട് 0 minus 0 into 1 into 0. Minus 0 minus 0 into 0. അല്ലെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. Then next one 0 minus 0 into 1 minus minus plus 1 ഒന്നായി. അടുത്തത് minus 1 ആകേണ്ടത് നോക്കാം. 0 minus 0 ഓക്കെ മൈനസ് 1 ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. റീപ്ലേസ്മെന്റിൽ വന്ന x1 വേറെ x2 വേറെ ഉള്ള വേരിയബിൾസ്. ദെൻ P3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 minus 0 minus minus plus plus 2. ദെൻ ലാസ്റ്റ് x4 ബേസിസിലുണ്ട്. അങ്ങനെയാണ് നമുക്ക് അടുത്ത കേസിൽ വാല്യൂസ് കിട്ടുക. ദെൻ വി ഹാവ് ടു ഇതിൽ 1 plus 2, this is 3. ഇത് 3 ആണ്. Then only one negative value minus 1 നമുക്കത് സെലക്ട് ചെയ്യേണ്ടി വരും. Then b by p22 ആണ് എവാലുവേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ എവാലുവേറ്റ് ചെയ്യണമെന്നില്ല, ഒരെണ്ണം നെഗറ്റീവ് ആണ്, എഴുതണമെന്നില്ല. അടുത്ത വാല്യൂ നമുക്ക് വരുന്നത് 1/1 ആണ്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇതിനെ സെലക്ട് ചെയ്യാം. Then we get x11 in the basis, x4 goes out of the basis and in that position x22 appears. x22 ബേസിസിൽ വരും. x22 ബേസിസിൽ വരും. കോഎഫിഷ്യൻസ് നോക്കാം. x11നും 0, x22നും 0. g0 ആകുമെന്ന് ഇപ്പോഴേ അറിയാം, എഴുതേണ്ടതല്ല, ടേബിൾ തീരുന്നൊരു സന്തോഷത്തിന് എഴുതുന്നതാണ്. g0 ആവും, പക്ഷെ നമുക്ക് ഈ ടേബിൾ വേണം, എന്നാലേ ഈ വാല്യൂസ് പറയത്തുള്ളൂ. x11 x22ൻ്റെ ആണ് സോഴ്സ് റോ, അത് അതേപോലെ കീപ്പ് ചെയ്താൽ മതി. നമ്മുടെ ആവശ്യമുള്ള റൗണ്ട് ചെയ്തിരിക്കുന്ന പൊസിഷനിൽ 1 തന്നെയാണ്. 1 0 0 -1 1 -2 P4ൻ്റെ കോളത്തിൽ 1. ദെൻ x11ൻ്റെ കോളത്തിൽ എളുപ്പമാണ്, മുഖത്തിൽ കാണുന്ന ഒരു -1 ആണല്ലോ, അപ്പോൾ അവിടെ 0 വരണം. ഈ രണ്ട് റോസ് ആഡ് ചെയ്താൽ മതി. 1 + 1 2 1 + 0 -1 + 0 1 - 1 0 -1 + 1 അതും 0 1 -2 ആഡ് ചെയ്യാന്നാണ്. അപ്പോൾ -1 0 + 1 1. നെറ്റ് വാല്യുവേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. phase 1 of two-phase simplex method ends when either g equal to 0 or the optimality conditions are satisfied. ബാക്കി നമ്മൾ ചെയ്യുന്നില്ല, ഇതുകൊണ്ട് നമുക്ക് പ്രോസസ്സ് അവസാനിപ്പിക്കാം. Since g equal to 0, phase 1 ends. At the end of phase 1, we take the table and move to phase 2 in ordinary cases. But here we have the system of equations and there is no objective function. See, solve the equations എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇല്ല. ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇട്ട് phase 2ലേക്ക് മൂവ് ചെയ്യാൻ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇല്ല. phase 1 കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം തീർന്നു. അല്ലെങ്കിൽ നമ്മൾ നോക്കുക, നമ്മളുടെ ഇക്വേഷനിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഈക്വാളിറ്റീസ് ആയിരുന്നു, കൂടെ ഒരു x3 x4ഉം കൊടുത്തു, അതിനെ മിനിമൈസ് ചെയ്തു 0 ആക്കി. ഇതിവിടെ ഉണ്ടാവേണ്ട കാര്യമല്ല, ഈക്വാളിറ്റി ആയിരുന്നു ഓൾറെഡി, ഇതിവിടെ കൊടുത്തപ്പോൾ അത് മിനിമൈസ് ചെയ്ത് 0 ആകുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി, ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ആവശ്യമില്ലാതെ ഒരു x3യും x4നെയും ഇവിടെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അല്ലാണ്ട് തന്നെ ഈക്വാളിറ്റി ആവേണ്ടതാണ്. അപ്പോൾ ഇവരുടെ റോള് 0 ആയാലേ ശരിയാവുള്ളൂ. ഇവരുടെ റോള് 0 ആയിട്ടുണ്ട്, നമ്മുടെ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സൊല്യൂഷൻ? ജിക്ക് പ്രാധാന്യം ഇല്ല. സൊല്യൂഷൻ എന്നാ ടേബിളിൽ നോക്കുക, സൊല്യൂഷൻ പറയാ. x11 = 2, x22 = 1, all other variables 0. all other variables ലിസ്റ്റ് ചെയ്യാം. ഇവിടെ പറയാത്തതിൻ്റെ ഒക്കെ വാല്യൂ ഈക്വൽ ടു 0 ആണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ. സോൾവ് x1 + x2 = 1, 2x1 + x2 = 3 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ സൊല്യൂഷൻ പറയണമെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ, x1 x2 പറയണ്ടേ. therefore x1 = x1 നമ്മൾ റീപ്ലേസ് ചെയ്തിരുന്നത് ഇങ്ങനെയാണ്, x11 - x12 = x11 × 2. x12 all the other variables other than x11 x12 0. അപ്പോൾ x12ന്റെ വാല്യൂ 0, 2 - 0 = 0. ആൻഡ് x2 റീപ്ലേസ്മെന്റിൽ എന്താവും, x21 - x22 x21 അവിടെ ബേസിസിലില്ല, അപ്പോൾ 0 - x22ന്റെ വാല്യൂ 1, that is -1. The solution is x1 = 2,
and x2 equal to minus 1. x1 equal to 2 minus 0 equal